സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ സാധാരണ ക്രിസ്ത്യാനികൾക്ക് കുറച്ച് ആവേശമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വണ്ടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും, അല്ലെങ്കിൽ പല ചർച്ചകളിലൊക്കെ ഇന്ന് ദേശാധിപതിയൊക്കെ ശാസിച്ചും ബന്ധിച്ചൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടാവും. അത് കുറേയൊക്കെ നമ്മുടെ ഒരു ആവേശമാണ്. ഞാൻ രാവിലെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നൊരു വാക്യമാണ്. കർത്താവ് ക്രൂശിലേക്ക്, കാൽവരിയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ പേര് കർത്താവിനെ കണ്ട് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ കരയുമായിരുന്നു. കരഞ്ഞപ്പോൾ കർത്താവ് അവരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് അറിയാമോ? എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും. സത്യം പറഞ്ഞിട്ടല്ലോ, മുഖത്തടിക്കുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് അത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? നമ്മളൊരാളെ വിഷമിച്ച് ഒരാളുടെ അവസ്ഥ കണ്ടിട്ട് അയ്യോ സാരമില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കാര്യം ഓർക്കട്ടെ, നീ നിൻ്റെ കാര്യം ഓർത്താൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് എന്തായിരിക്കും നമുക്ക് തോന്നുക? അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ് പറഞ്ഞത്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ തന്നെ. എനിക്കൊന്നൊരു 7-8 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാണ്. ഞാനൊരു ദിവസം ബൈക്കിൽ വരുന്ന വഴിക്ക് ഒരാൾ ലിഫ്റ്റ് ചോദിച്ചു. അപ്പം കൈ കാണിച്ച് പുള്ളി കയറിയ സമയത്ത് കയറി കഴിഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി പുള്ളി ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ അനുഭവം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പുള്ളി ഇതുപോലെ ഈ എല്ലാ വർഷവും ഈ ഒരു ഉത്സവം നടക്കുന്ന ദിവസം പുള്ളിയുടെ കുറേ ടീമിലുള്ള കുറേ ആൾക്കാരും സിറ്റിയിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ധകാര ശക്തികളെ ശാസിക്കുകയൊക്കെ ഭയങ്കര ശുശ്രൂഷയായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ കുറേ വർഷം ചെയ്തിട്ടും പുള്ളി നോക്കുമ്പോഴത്തേക്ക് ഈ ചെയ്യുന്ന എല്ലാത്തിനും ഒരു മാറ്റം കാണുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഭയങ്കര വിഷമമായിട്ട് പുള്ളിയുടെ കുറച്ചുകൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട്, ഉപവാസമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ദൈവസന്നിധിയിലിരുന്ന് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾ ഇത്രയും വർഷം ഇത് ചെയ്തിട്ടും എന്താ കർത്താവ് ഒരു മാറ്റവും ഇല്ലാത്തത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിന് ഞാൻ നിൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. നിൻ്റെ അടുത്ത് ഞാൻ ഒരേ ഒരു ജോലി തന്നിട്ടുള്ളൂ. ആ ജോലി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? സാക്ഷികളാവുക. നീ അത് മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നിൻ്റെ അടുത്ത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നൊരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മൾ പലപ്പോഴും നമ്മുടെ ആവേശത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ മറ്റു പലതും ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അനേകർ ഇതിനകത്തുണ്ടായേനെ. നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ മറ്റു പലരും വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളിൽ പലരും ഇവിടെ ആയിരിക്കുന്നത്. അതാണ് എനിക്ക് അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്ക് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അവരൊക്കെ വിശ്വാസത്തിൽ വന്നതെന്നുള്ളത്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, ഒരുപാട് ബന്ധുക്കൾ നല്ല കുറിയൊക്കെ അടിച്ച് അങ്ങനെ ആ ഒരു ഇതിലാണ് വന്നത്. കാരണം ഇന്ന് പല ബന്ധുക്കൾ ഇപ്പോഴും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ ഒരുപക്ഷെ, അല്ലെങ്കിൽ എൻ്റെ അങ്കിളാണ് ആദ്യം രക്ഷപ്പെട്ടത്, പിന്നെ അമ്മ, പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ്. അപ്പം അവർ രക്ഷിക്കപ്പെട്ടത് അന്ന് ഒരാൾ വിശ്വസ്തയോടെ അവരോട് പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇനി ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ നമ്മളെല്ലാവരും വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ അനേകർ കർത്താവിനെ അറിയും. ഇന്ന് നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാത്തത് കൊണ്ട് അനേകർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഈ ദിവസം നമുക്ക് ആരെയും ശാസിക്കേണ്ട, ആരെയും ബന്ധിക്കേണ്ട, നമുക്ക് മാനസാന്തരപ്പെടാമോ? ദൈവസന്നിധിയിൽ പറയാമോ, കർത്താവ് എൻ്റെ കുറ്റമാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്യാത്തതുകൊണ്ടാണ്, അതല്ലാതെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പോവാം. ഇന്ന് വേറെ ഒന്നും എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരം, ദൈവം പറയുന്ന അളവുകൾക്കനുസരിച്ച് ദൈവഹിതപ്രകാരമുള്ളൊരു ആലയമായിട്ട് നമ്മളെ തന്നെ പണിയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ സ്പർശിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ കർത്താവിനെ അറിയും. നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് വിടുതലുണ്ടാകും. ഇന്ന് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആ ഒരു ഒരുക്കത്തോടുകൂടെ തന്നെ നമുക്കായിരിക്കാം. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ആ ഒരു ഒരുക്കത്തോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.